1571 കാലഘട്ടത്തിൽ സഭ വലിയ യുദ്ധങ്ങൾക്ക് മുൻപിലായിരുന്നു. 1571 ഒട്ടമൻ ചക്രവർത്തി റോമിനെയും ഇറ്റലിയെയും കീഴടക്കി മുസ്ലിം അധിനിവേശ രാജ്യമാക്കാൻ ശ്രമിച്ചപ്പോൾ തങ്ങൾക്കെതിരെ വന്ന സൈന്യത്തെ തങ്ങളുടെ സൈന്യബലം കൊണ്ട് തോൽപ്പിക്കുവാൻ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കിയ പിയൂസ് അഞ്ചാമൻ പാപ്പ ഇറ്റലിക്കാരോട് പറഞ്ഞത് ഇപ്രകാരമാണ്: നിങ്ങളെല്ലാവരും ജപമാല കയ്യിലേന്തി പ്രദക്ഷിണമായി റോമിനു ചുറ്റും ജപമാല ചൊല്ലി നടക്കുക. അപ്രകാരം അവർ ചെയ്തപ്പോൾ അവർ കണ്ട കാഴ്ച അവരുടെ കണ്ണുകൾ പോലും വിശ്വസിക്കുവാൻ പറ്റാത്ത കാഴ്ചയായിരുന്നു. ഒട്ടമൻ രാജാവിൻ്റെ സൈന്യം സ്വന്തം സൈന്യത്തിലെ ആളുകളെ തന്നെ വാളുകൊണ്ട് വെട്ടി സ്വയം പരാജയപ്പെടുന്ന കാഴ്ച. തുടർന്ന് പിയൂസ് അഞ്ചാമൻ പാപ്പ ജപമാലയെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: നാം ചൊല്ലുന്ന ജപമാലയും നാം പ്രാർത്ഥിക്കുന്ന ലുത്തിനിയയും വലിയ യുദ്ധങ്ങൾക്കെതിരെയുള്ള സ്വർഗീയ സൈന്യം അണിനിരക്കുന്ന ആത്മീയ യാത്രയാണ്, അഥവാ ആത്മീയ പടയൊരുക്കമാണ്. തിന്മയിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്ന ഏറ്റവും വലിയ ആയുധമായ ജപമാല കരങ്ങളിലേന്തി പരിശുദ്ധ മാതാവിൻ്റെ മാധ്യസ്ഥം വഴി ജപമാലയിലൂടെ നമ്മുടെ രാജ്യവും കുടുംബവും കുടുംബാംഗങ്ങളും എല്ലാവിധ തിന്മയിൽ നിന്നും ആപത്തുകളിൽ നിന്നും സംരക്ഷിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.